ഇത്രയും കാലം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അഭി. അമ്മ കാണിച്ചു തന്ന വഴി, ദേവമ്മ വളർത്തിയ രീതി, അതൊക്കെ പിന്തുടർന്നിട്ടുണ്ട് ഞാൻ. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ടു. അനിയത്തിമാരുടെ ഭാവി ഓർത്ത് പഠിത്തം വരെ ഉപേക്ഷിച്ചു. കൂടെ പഠിച്ച പലരെയും വഴിയിലൊക്കെ വെച്ച് കാണാറുണ്ട്. എല്ലാരും വലിയ ജോലിക്കാരാ. എന്റെ ഈ അവസ്ഥ കണ്ട് സഹതപിക്കും ചിലര് കളിയാക്കും ദേഹണ്ണക്കാരിന്ന് വിളിച്ച്. എനിക്കതിൽ സങ്കടമൊന്നുമില്ലാട്ടോ. ഒക്കെ എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു വിഷമം? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പക്ഷേ എന്തോ ഒരു ശൂന്യത മനസ്സില. അനീതിമാരൊക്കെ അകന്നു പോകുന്നത് പോലെ. അല്ലെങ്കിലും എന്നും അവരെ തന്റെ ചിറകിനടിയിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഓരോരുത്തരും ഓരോ വ്യക്തികളല്ലേ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യത്തിന് അവർക്ക് കുറവ്? ഞാൻ അവർക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ദുസ്വാതന്ത്ര്യം എടുത്താലോ അഭി? എന്റെ അനുവാദം കൂടാതെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ആതിര ആരാധ്യം കൂടെ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ. ഇതാണോ വലിയ കാര്യം? തനിക്ക് വേണ്ടി തന്നെയല്ലേ അവരാ ചെയ്തത്? ആയിരിക്കും. അത് പക്ഷേ ഞാൻ അറിയണ്ടേ? വേണ്ട, താൻ അറിഞ്ഞാലേ താൻ സമ്മതിക്കില്ലെന്ന് കുട്ടിയൊക്കെ നന്നായിട്ടറിയാം. എന്നിട്ടിപ്പോ എന്തായി? വലിയ അപകടത്തിൽ നിന്നല്ലേ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എങ്ങനെ സഹിക്കുമായിരുന്നു? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അതെല്ലാം മറക്കാം. പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവരിങ്ങനെ എടുത്തുചാട്ടം കാണിക്കും. മറ്റുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും. ഞാൻ ഒറ്റപ്പെട്ടു പോവും അഭി. തീർത്തും ഒറ്റയ്ക്കായി പോകും. ഞാൻ ഉള്ളപ്പോഴോ? ഞാൻ ജീവനോടുള്ളപ്പോ ഒറ്റപ്പെടില്ല, ഒറ്റയ്ക്കാക്കില്ല തന്നെ. രാവിലെ അഭിയുടെ അച്ഛൻ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്ത്? എന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മഹേന്ദ്രൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേന്ന്. എന്റെ അഭിയുടെയും കല്യാണം നടന്ന അവന്റെ ഉപദ്രവം തീരില്ലേ എന്ന്. എന്നിട്ട് താനെന്ത് മറുപടി പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഈ ചോദ്യം പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായല്ലോ. പറയാനാണെങ്കിൽ ഒരു മറുപടി ഇല്ലതാനും. മറുപടി ഉണ്ടല്ലോ. എന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനെ എന്ന് പഞ്ചരത്നത്തിൽ നിന്ന് ഇറക്കി വിടുന്നോ അന്ന് നമ്മുടെ കല്യാണം നടക്കും. തനിക്ക് ആരോടെങ്കിലും ഈ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അയാളുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അതും ആവാം. അല്ല, വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അയാളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തന്നോടുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെയും പേരും പറഞ്ഞ് എന്റെ വീട്ടിലും കയറി ഇറങ്ങി നടക്കാമല്ലോ. അയാൾക്ക് പഴയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാം, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. പക്ഷെ അയാൾ ഈ ചെയ്തതിന്റെ പേരിൽ ഒരു ജന്മം മുഴുവൻ കരഞ്ഞൊരാൾ എന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം താൻ മറന്നുപോകരുത്. ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ പോയ രണ്ട് മക്കളെ പൊന്നുപോലെ നോക്കി എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. ശരി, അത് വിട്ടേക്ക്. ഇനി അക്കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. പുറമെ പിണങ്ങിയാലും വാശി കാണിച്ചാലും ഉള്ളിലെ സ്നേഹം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും താൻ അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവാത്തത്. അഭി അച്ഛനെ വെറുക്കുന്നത് പോലെ എനിക്ക് വെറുക്കാനാവില്ല മനുഷ്യനെ. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് കൃഷ്ണേട്ടനോട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയാ? ഞാൻ പോവാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.